ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖവും സമാധാനത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രാഗിത്തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് തീരുമാനിച്ചു പോയ ഒരു കുട്ടി ട്രിപ്പാണ്. സ്ഥലം തെന്മല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പോയ ട്രിപ്പാണ്. പക്ഷേ ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ്. പോകുന്ന വഴിയിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം. പിന്നെ പോണ വഴിയിൽ നെല്ലിക്കയും അതുപോലെ തന്നെ മോരൊക്കെ വാങ്ങി കുടിച്ചു. ഞങ്ങൾ ഫ്രൈഡേ ആണ് യാത്ര തിരിക്കുന്നത്. ഫ്രൈഡേ ഒരു മോർണിംഗ് ഒരു 10-11 ആ ഒരു ടൈമായപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു 2 മണിയായി. ഞങ്ങൾ തലേ ദിവസം തന്നെ എക്കോ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇതാണ് അവരുടെ മെയിൻ ഓഫീസ്. അവിടെ നിന്ന് താഴോട്ടാണ് നമ്മുടെ റിസോർട്ട്. ഇതാട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു റൂം തന്നെയാണ്. ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 2 hours യാത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ പതിയെ സ്ഥലമൊക്കെ കണ്ട് നിന്ന് വന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ തന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഉള്ളിലോട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. ഇത് കുറച്ചധികം മാസങ്ങൾക്ക് മുന്നേ പോയതാണ്. ഇപ്പോൾ ഇവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയി. ഇതാണ് ജിങ്കലക്ക എന്ന് പറഞ്ഞിട്ട്, ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മീൽസ് ഉണ്ടായിരുന്നില്ല, കാരണം കഴിഞ്ഞു, മീൽസിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസും ചപ്പാത്തിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ, അടിപൊളി വ്യൂ. ഞാനൊന്ന് റിലാക്സ് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് പോയത് കേട്ടോ. പക്ഷെ അവിടെ ചെന്നിട്ടാണ് മനസ്സിലാക്കി ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ചേട്ടനും മോനും ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും അവരുടെ കൂടെ കൂടി. എനിക്ക് പൊതുവേ നോൺ വെജ് ഐറ്റംസാണ് ഇഷ്ടം. സോ എനിക്ക് ഈ ഫ്രൈഡ് റൈസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ചേട്ടന് കുറച്ചുകൂടി ഇഷ്ടം മീൽസാണ്. പക്ഷെ അത് അതിൻ്റെ ടൈം കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എക്കോ ടൂറിസം ഉണ്ടല്ലോ, തെന്മല എക്കോ ടൂറിസം, ഇവിടോട്ട് വന്നു. കാരണം മെയിനായിട്ട് വന്നത് ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ താമസിച്ച എക്കോ റിസോർട്ടിൽ അവരുടെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോവാം. പക്ഷേ അവിടെ ബോട്ടിംഗ് ഇല്ല. അപ്പോൾ ബോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പാക്കേജസ് ഉണ്ട്. കാരണം അവർ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും കാര്യങ്ങളെ. അപ്പോൾ നമ്മൾ ഈവനിങ്ങിലാണ് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ചെയ്തിട്ട് ബാക്കി ആക്ടിവിറ്റീസ് നാളത്തേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാദത്തിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ വിശ്വാസം അത് കയറി കാണാൻ സമയമുണ്ടെങ്കിൽ, സാറിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കയറി കാണാം. കണ്ടിട്ട് നേരെ റൂമിൽ പോയി ഇന്ന് റെസ്റ്റ് എടുത്തു. എത്ര ടൈം വരെയാണ് ഇവിടെ? 1 മണിക്കൂർ എടുക്കും. എത്ര മണി വരെ? ഇത് 6 മണി വരെ ഉണ്ട്. ഇപ്പം നേരെ ഇപ്പം ബോട്ടിങ് കഴിഞ്ഞ് വന്ന് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിയിട്ട് അത് അടയ്ക്കും കേട്ടോ. എന്നാലും 6 മുമ്പായിട്ട് വേണം, പെട്ടൊന്നുമില്ല, 6 മുമ്പായിട്ട് ഇറങ്ങാം. പിന്നെ അതെല്ലാം ബോട്ടിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് മഴയാണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ റൂമിൽ പോകുന്നെങ്കിൽ റൂമിൽ പോയിട്ട് നാളെ രാവിലെ 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്കെല്ലാം ഈ ടിക്കറ്റ്. ഫസ്റ്റ് ബോട്ടിങ്ങിന് പോകാൻ കരുതി, അത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ബാക്കി ഓരോ സോണായിട്ട് പോയി കാണാം. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് നാളെ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാമല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കൊന്നുമില്ലല്ലോ. അപ്പം ബോട്ടിങ്ങിനാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1 day ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. നമ്മൾ മോർണിംഗ് വരുവാണെങ്കിൽ നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാട്ടോ ബോട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. കാണുന്ന സ്ഥലം ഞാൻ പറയണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, അത്രയും അടിപൊളി. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു ബോട്ടിങ്. മോനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞിറങ്ങി. പിന്നെ നോക്കുമ്പോഴത്തേന് ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല, കുറേ നേരം അവിടെ തന്നെ അങ്ങ് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നും നമുക്ക്. അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ലല്ലോ, അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലെഷർ സോണിലോട്ട്. ഇവിടുന്ന് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ചെന്നപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത്.
കുറേ നടക്കാനുണ്ട് കേട്ടോ, കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. പിന്നെ സന്ധ്യയായി, അപ്പം കുറച്ചൊരു ഇരുട്ട് വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നൊരു ഫീല്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ഡൈനോസറിൻ്റെ സ്റ്റാച്യൂസ് അവിടെ എവിടെ ആയിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്, പക്ഷേ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കൾച്ചർ ഗാർഡൻ, മാൻ ആൻഡ് ദ നേച്ചർ എന്നുള്ളൊരു തീമിൽ വരുന്നത്. അങ്ങനെ കുറച്ചധികം നേരം ആ ഒരു ഫോറസ്റ്റ് ഗാർഡനിൽ കൂടെ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് പിന്നെ നേരെ എത്തുന്നത് നമ്മുടെ ഡാമിലോട്ടാണ് കേട്ടോ. കാരണം അവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് നമ്മുടെ തെന്മല ഡാം. അടിപൊളി വ്യൂ, കാരണം അവിടെ ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് കുറേ നേരം നിന്ന് ആസ്വദിച്ച് ഡാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അത് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയി വരുന്നു, എന്നാലും ഞങ്ങൾ ഇറങ്ങാണ്ട് അവർ ക്ലോസ് ചെയ്യില്ലല്ലോ. ഞങ്ങൾ കയറിയ സമയത്തേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടേ ക്ലോസ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പേടിക്കേണ്ട. അപ്പം ഞങ്ങൾ ഡാമിൻ്റെ അവിടെ നിന്ന് അതും കുറച്ച് നേരം അതൊക്കെ കണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വാക്ക് വേ ഉണ്ട്, ഒരു ബ്രിഡ്ജ്. അപ്പം ഇതിൽ കൂടി തന്നെ പോകുന്നത് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, വുഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതൊരു ചെറിയ പേടിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് മാസം മുന്നേ പോയല്ലേ, ഇപ്പം അത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോഴത്തേനും അത് അടിപൊളിയാക്കിയിട്ടുണ്ട് അവർ. പിന്നെ ഇനിയിപ്പോൾ ഡിന്നറിനുള്ള സമയമായി. ഞങ്ങൾ നേരെ വന്ന് റൂമിൽ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങളുടെ അവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് രാത്രി ഡിന്നർ കഴിക്കാമെന്ന് വെച്ചു. അപ്പം അവിടെ കുറച്ച് ഇങ്ങനെ കളിക്കുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒരു ഗെയിം ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ അവരൊക്കെ കളിച്ചു. പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ചപ്പാത്തിയും ചിക്കനും ഫ്രൈഡ് റൈസും പിന്നെയും കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ട് പൂളിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ അവർ കുറേ ടൈം കഴിയുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും. ഇതുപോലെ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കളിച്ചത്. ഇത് കുട്ടികൾക്കുള്ള പൂളാണ് കേട്ടോ, ഇതുണ്ട്. ഇത് രാത്രി വ്യൂ ആണ്, അവിടെ താഴോട്ടുള്ള വ്യൂ ആണ്. ഞങ്ങൾ താഴോട്ട് ഒന്നും പോയിട്ടില്ല, കാരണം വെച്ചാൽ വന്ന് അത് കഴിഞ്ഞ് ആക്ടിവിറ്റിക്ക് വേണ്ടി പോയില്ലേ. പിന്നെ രാത്രി ഇവിടെ വന്ന് കുറച്ച് നേരം പൂളും കഴിഞ്ഞിട്ട് ഇനിയിപ്പം നൈറ്റ് കിടക്കാനുള്ള ടൈമല്ലേ ഉള്ളൂ. പിന്നെ മോർണിംഗ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോകണം. അതുപോലെ തന്നെ മോർണിംഗ് എവരുടെ തന്നെ കുറേ ഈ റിസോർട്ടിൻ്റെ തന്നെ അവർ തന്നെ കുറച്ച് ആക്ടിവിറ്റീസിന് നമ്മളെ കൊണ്ടുപോകും. അപ്പം അതും കവർ ചെയ്യണം. അങ്ങനെ നൈറ്റായി ഞങ്ങൾ ഉറങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണാം. ഹലോ, ഡേ 2. അങ്ങനെ മോർണിംഗ് തന്നെ എല്ലാം റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ മുന്നേ പറഞ്ഞില്ലേ അവരുടെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പോൾ അവിടെ പോകണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എക്കോ ടൂറിസത്തിൻ്റെ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് ശേഷം ചെക്കൗട്ടും ചെയ്തിട്ട് നമുക്ക് പിന്നെ നേരെ എക്കോ ടൂറിസത്തിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇതാണ് ഒരു മോർണിംഗ് വ്യൂ. സൂര്യ ഉദിച്ച് വരുന്നു, അതിൻ്റെ ആ റേസും കാര്യങ്ങളൊക്കെ അടിപൊളി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഫുഡെല്ലാം നല്ലതായിരുന്നു കേട്ടോ. അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. തനുവിന് ഇഡലി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഡലി എടുത്തത്. എനിക്ക് മസാല ദോശയായിരുന്നു, ചേട്ടൻ ബ്രെഡോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. എനിവേ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇന്ന് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് തിരക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്, വീക്കെൻഡ് ആയില്ലേ. അങ്ങനെ നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവരുടെ തന്നെ ജീപ്പിൽ കൊണ്ടുപോകും നമ്മളെ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും ക്യാഷ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പോകുന്ന സ്ഥലങ്ങൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇത് അവരുടെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്തൊക്കെയുണ്ടെന്ന്. കണ്ടോ, അടിപൊളി. ഒരു ചെറിയ രീതിയിൽ എനിക്ക് പേടിയുണ്ട്, പക്ഷേ എന്നാലും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ധൈര്യത്തിലങ്ങ് ഇരിക്കാം. ചെറിയൊരു വഴിയിൽ കൂടെ അല്ലേ പോകുന്നത്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ജീപ്പ് വരുമ്പം അവർ അടിപൊളിയായിട്ട് അതങ്ങ് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടാണ് അവർ കൊണ്ടിറക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാം. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യാം. എന്നെപ്പോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അടിപൊളിയായിട്ട് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഇതേ ആ താഴെ കൂടെ കണ്ടോ പുഴ ഒഴുകി പോകുന്നത്.
അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു ഇൻഫിനിറ്റി സ്വിങ്. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ മോന് അത് പറ്റിയിട്ടില്ല. കാരണം അവൻ്റെ ആ ഒരു ഏജ് ഗ്രൂപ്പിന് എനിക്ക് തോന്നുന്നു ബിലോ 8 അവർ കയറ്റില്ല എന്ന് തോന്നുന്നു, ബിലോ 8 or 10. അപ്പോൾ അവന് പറ്റാത്തതുകൊണ്ട് തന്നെ അവനെ ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് സങ്കടം മാറ്റി കൊടുത്തു. ഇവർക്ക് തന്നെ നൈറ്റ് സഫാരി ഉണ്ട് കേട്ടോ. പിന്നെ ആനിമൽസിനെയൊക്കെ കാണാം. അങ്ങനെ ഡേ ടൈമും ഉണ്ട്. എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈം റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തുകൊണ്ട്. പക്ഷേ ഞങ്ങളത് പോയിട്ടില്ല. കാരണം കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ആനിമൽസിനെയൊക്കെ. സിപ്പ് ലൈൻ, ഷൂട്ടിംഗ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ജസ്റ്റ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മോനെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ എന്നാലും അവനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് താഴോട്ടൊക്കെ ഒന്ന് കാണാൻ പോയി. അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് അതൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ ഇന്ന് മോർണിംഗ് ആയപ്പോഴത്തേനും ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ മോനെ ഒന്ന് പാർക്കിലും കൊണ്ടുപോകണം. ഇതൊക്കെയാണ് അവിടുത്തെ ആ ഒരു വ്യൂ കേട്ടോ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആൾക്കാർ വന്നു തുടങ്ങി. ഇനി നമ്മൾ ഇന്നലെ ബാക്കി വെച്ചിട്ടുള്ള എക്കോ ടൂറിസത്തിൻ്റെ ഇനി കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോവുകയാണ് കേട്ടോ. തെന്മല എന്ന് പറയുമ്പോൾ തേനിൻ്റെ മല എന്നൊരു കൺസെപ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹണി ബീയുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബീ ഹൈവും അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം ഓരോ സോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ്. ഇതിപ്പോൾ മോൻ്റെ ഒരു ഏരിയ ആണ്. നമുക്കതിൽ കാണാനൊന്നുമില്ല, ജസ്റ്റ് അവന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് വിസിറ്റ് ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ്. ആ പോകുന്ന വഴിയിൽ ഒരുപാട് വലിയ ട്രീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റൂട്ട്സും കാര്യങ്ങളും കണ്ടോ. ഈ ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് തെന്മല എക്കോ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഒരു ചെറിയ എമൗണ്ട് എൻട്രി ഫീ ഉണ്ട്. അഡൾട്ട്സിന് 50 rupees ആണെന്നാണ് എൻ്റെ ഓർമ്മ. കുറച്ച് വെറൈറ്റി ഡിയോനെ നമുക്കവിടെ കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേന് ഇതുപോലെ നമുക്ക് എന്താ പറയുക ഊഞ്ഞാലാടാനും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലേ. അപ്പോൾ ഇതുപോലെ വലിയ വലിയ ട്രീസ്, അപ്പോൾ അതിൻ്റെ റൂട്ട്സിലിങ്ങനെ കുറേ ഭയങ്കര പഴക്കം ചെന്ന ട്രീസാണ്. അപ്പോൾ അത് കാണാം. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ ഇടവഴികൾ പോലെ ഉണ്ട്. അവിടെയൊക്കെ കയറിപ്പോവാം. അവിടെ എവിടെ ചെന്ന് എത്തും എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ കുറച്ച് ദൂരം ഒന്ന് നടന്നു, എന്നിട്ട് തിരിച്ച് വരികയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെയും കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇതും കൂടി ആയപ്പോഴത്തേന് നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായി. ഇനി ലഞ്ച് കഴിച്ചിട്ട് അടുത്തത്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു നാടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. അറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ കയറിയാണ്. കപ്പ ബിരിയാണി, പിന്നെ ചിക്കൻ പെരട്ട്, പൊറോട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് വാങ്ങിയത്. എക്കോ ടൂറിസത്തിൻ്റെ തന്നെ ഒരു മെയിൻ സോണാണ് അഡ്വഞ്ചർ സോൺ. അപ്പോൾ അവിടെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു സ്കൈ പാത്ത് ഉണ്ട്. മരത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള അടിപൊളിയായിട്ട് കുറേ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ദൂരം അങ്ങ് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ഇപ്പം ഓപ്പണാണ്. ഞങ്ങൾ പറഞ്ഞില്ല, കുറേ മാസങ്ങൾക്ക് മുന്നേ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇവിടെ ഉള്ളത് ഇതുപോലെ ഫിഷ് സ്പാ പോലെ അവിടെ ഒരു ചെറിയ ഇതുണ്ട്. ഫിഷിനെ ഫീഡ് ചെയ്യാൻ നമുക്ക് ഇവർ തരും. പിന്നെ ഇതുപോലെ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എക്കോ ടൂറിസത്തിൻ്റെ പാക്ക് എടുക്കുമല്ലോ, ഒരു പാക്കേജായിട്ടല്ലേ എടുക്കുന്നത്. ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയൊക്കെ ആയപ്പോൾ ഓൾമോസ്റ്റ് തെന്മലയുടെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വീട്ടിലോട്ടുള്ള യാത്രയാണ്. പക്ഷേ പോകുന്ന വഴികളും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞ പോലെ തിരിച്ചു പോകുന്നതും അടിപൊളി എക്സ്പീരിയൻസാണ്. നമുക്ക് ആ ഒരു നേച്ചറിനോട് അത്രയും ഇഷ്ടം തോന്നുന്നൊരു രീതി. പോകുന്ന വഴിയിൽ ഒരുപാട് ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ ഞാൻ വാങ്ങി, കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ ടേസ്റ്റ് ചെയ്യാൻ തരും നമുക്ക്. അപ്പോൾ നല്ല മധുരമായിരിക്കും. ഏതാണോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ല സാധനങ്ങളായിരിക്കും. പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചധികം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പം ആ ഒരു ടേസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പോയൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ.